കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത് ശിക്ഷ കുറയുന്നത് കൊണ്ടാണോ, അതോ ഈ വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ കാരണമാണോ, ഓൺലൈൻ ഗെയിംസ് കൊണ്ടാണോ, അതോ ഡ്രഗ്സ് കൊണ്ടാണോ, ഇങ്ങനെ പല പല ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പണിഷ്മെൻറ്റ്, ശിക്ഷയ്ക്കുള്ള ഒരു റോള്, അതിനെ പറ്റിയാണ്. ഒന്നാമത്, എന്തിനാണ് നമ്മൾ ഒരാളിനെ പണിഷ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കൊലപാതകിയെ ശിക്ഷിച്ചാൽ കൊല്ലപ്പെട്ട ആൾ തിരികെ വരില്ലല്ലോ. അപ്പോൾ ഈ കൊലപാതകിയെ ദുർഗുണ പാഠശാലയിൽ വിട്ട് അവനെ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് റിഫോം ചെയ്ത് കൊണ്ടുവന്നാൽ പോരെ? ശരിക്കും അത് പോരാ. എന്തുകൊണ്ടാണ്? ഈ കുറ്റം ചെയ്തവനെ ഉപദ്രവിക്കാനൊന്നും അല്ല നമ്മൾ പണിഷ് ചെയ്യുന്നത്. അവനെ നമുക്ക് ഉപദ്രവിക്കാൻ യാതൊരു ലക്ഷ്യവുമില്ല. പണിഷ്മെൻ്റ് ലക്ഷ്യം എന്തുവാണ്? മറ്റുള്ളവർ, ഇനിയുള്ളവർ ഈ കുറ്റകൃത്യം ചെയ്യരുത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിറ്ററൻറ്റ്. അതാണ് ഈ പണിഷ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പണിഷ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കുറ്റം ചെയ്തവൻ വീണ്ടും ചെയ്യാൻ പാടില്ല. അതായത് ഈ കുറ്റം ചെയ്തിട്ട് അവൻ വളരെ സുഖകരമായിട്ടാണ് കഴിയുന്നതെങ്കിൽ അവൻ വീണ്ടും ചെയ്യുമല്ലോ, അതൊന്നും ഒഴിവാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പണിഷ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പത്രം വായിച്ച് നോക്കിയാൽ അറിയാം, ഈ കൊടും കുറ്റവാളികളെല്ലാം റിപ്പീറ്റേഴ്സാണ്. നേരത്തെ കുറ്റം ചെയ്തിട്ടുള്ളവരാണ്. നേരത്തെ കുറ്റം ചെയ്ത് ജയിലിൽ നിന്ന് വെളിയിലിറങ്ങിയവർ, ജാമ്യം കിട്ടി നിൽക്കുന്നവർ. ഈ ജാമ്യം കിട്ടി നിൽക്കുന്നവർ വീണ്ടും വീണ്ടും കുറ്റം ചെയ്യുന്നതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വായിച്ച് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുറ്റവാളികൾ വീണ്ടും കുറ്റം ചെയ്യുന്നത്? കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമായ ശിക്ഷയൊന്നും ഇല്ല. അതുകൂടാതെ സമൂഹത്തിൽ വെറുക്കപ്പെടാതെ അതിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടെ അതിനൊരു കാരണമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്നുള്ള സ്റ്റുഡൻറ്റിൻ്റെ മരണവിവരം നമുക്കെല്ലാം അറിയാമല്ലോ. കഠിനമായ റാഗിങ്, പീഡനം കാരണം വിദ്യാർത്ഥിക്ക് ഈ പറഞ്ഞ മാതിരി ആത്മഹത്യ അല്ലാതെ ഒരു മാർഗമില്ലാതെ വന്നു. ഇതിനെ പ്രേരിപ്പിച്ച സീനിയർ വിദ്യാർത്ഥികൾക്ക് ഒരു സെമിസ്റ്റർ പോലും നഷ്ടപ്പെടാതെ പരീക്ഷ എഴുതാനുള്ള സൗകര്യമാണ് നമ്മുടെ ഭരണകൂടം ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ബാക്കി വേറെ കോളേജുകളിലും ഇത് ആവർത്തിക്കപ്പെട്ടു. ഉദാഹരണമായിട്ട് കോട്ടയത്തെ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇതേമാതിരി പീഡിപ്പിച്ചു, അതേമാതിരി വീഡിയോയും എടുത്തു. ഇതിന് പകരം ഈ പൂക്കോടത്തെ കോളേജിലെ, അതായത് വെറ്റിനറി കോളേജിലെ കുറ്റവാളികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ട് ഇങ്ങനെ ഒരു ശിക്ഷ വന്നിരുന്നെങ്കിൽ രണ്ടാമതൊരാൾ ചെയ്യുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. ഇവിടെ യാതൊരു മടിയും കൂടാതെ കോട്ടയം നഴ്സിംഗ് കോളേജിൽ ഇതേ കാര്യം ചെയ്തിരിക്കും. ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മുടെ ശിക്ഷ എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകത. അല്ലാതെ കുറ്റം ചെയ്തവനെ നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുക, അല്ലെങ്കിൽ സമൂഹത്താൽ വെറുക്കപ്പെടുക, ഇതൊക്കെയാണ് ഏറ്റവും വലിയ ശിക്ഷ. അപ്പോൾ കുറേ ബുദ്ധിയില്ലാത്ത ജീവികളുണ്ടല്ലോ നമുക്ക്. അവർ ചോദിക്കും, ഈ പറഞ്ഞ മാതിരി ഇവരെ ഇങ്ങനെ സമൂഹം ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് തളർന്ന് വേണമെങ്കിൽ ആത്മഹത്യയിലോട്ട് പോലും വഴുതി വീഴില്ലേ എന്ന് ദുഃഖിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു സഹപാഠിയുടെ ആത്മാഭിമാനത്തെ പാതാളത്തോളം താഴ്ത്തി വെച്ചിട്ട് പീഡിപ്പിച്ച് അവനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കുറ്റവാളികൾ സമൂഹത്തിൻ്റെ പരിഹാസത്തിലും ഒറ്റപ്പെടുത്തലിലും മനം നൊന്ത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഈ കുറ്റം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ബാക്കിയുള്ളവർക്ക് അതും ഒരു ഡിറ്ററൻ്റാണ്. കാരണം ഈ കുറ്റം ചെയ്തിട്ട് ഈ സമൂഹത്തിലേ ജീവിക്കാൻ ഒക്കില്ല എന്നുള്ള ഒരു മെസ്സേജാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. എന്ന് മാത്രമല്ല, നമ്മൾ എന്തിനാണ് ഈ കുറ്റവാളിയുടെ സൈഡ് എടുക്കുന്നത്? എപ്പോഴും കുറ്റവാളിയുടെ സൈഡിൽ നിന്ന് എന്തിന് ചിന്തിക്കണം? ഈ നമ്മുടെ രാജ്യത്തിലെ 99% ആൾക്കാരും കുറ്റം ചെയ്യാത്തവരാണ്. അവരുടെ സൈഡിൽ നിന്ന് വേണം നമ്മൾ ആലോചിക്കാൻ. ഈ 99% ആർക്കെങ്കിലും കുറ്റം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ ചെയ്യരുത്. അതിനുവേണ്ടി മറ്റവനെ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മുടെ താമരശ്ശേരിയിൽ ഷഹബാസിനെ തല്ലിക്കൊന്ന 5 പേർക്കും SSLC പരീക്ഷ സെപ്പറേറ്റായിട്ട് ഇരുന്ന് എഴുതാനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ലേ? അപ്പോൾ ഇതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ ആരെങ്കിലും അടിച്ചു കൊന്നാലും കുഴപ്പമൊന്നുമില്ല, ഈ പറഞ്ഞ മാതിരി പരീക്ഷ എഴുതാം, നിങ്ങൾക്കൊരു സെമിസ്റ്റർ പോലും നഷ്ടപ്പെടില്ല. അതുകൂടാതെ പിന്നെ ഈ പറഞ്ഞ മാതിരി ജാമ്യത്തിൽ ഇറക്കുന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകനെ കൊന്നുകളയുമെന്ന് ഒരു ചെക്കൻ സാറിൻ്റെ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തി. അത് വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണും. ഈ പയ്യനെതിരെ പ്രത്യേകിച്ച് ഒരു നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ സംഭവം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നുള്ള കുറ്റത്തിന് അധ്യാപകർക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം നടത്താൻ
പറഞ്ഞിരിക്കുക. അപ്പോൾ എന്ത് മെസ്സേജാണ് നമ്മൾ ഈ കുറ്റവാളികൾക്കും കൊലയാളികൾക്കും കൊടുക്കുന്നത്? നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും ആൾ. അങ്ങനൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ കുറ്റം കൂടിക്കൊണ്ടേയിരിക്കും. ഈ കുറ്റവാളികൾ ന്യായീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള ഏറ്റവും പ്രധാന കാരണം. ഈ ഇമാതിരിയുള്ള കുറ്റം ചെയ്തവരെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ മാനുഷിക പരിഗണന ഉണ്ടോ? ഈ കാര്യങ്ങളിലാണ് നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയർ ആലോചിക്കുന്നത്. ഈ കുറ്റം കാരണം കൊല്ലപ്പെട്ട ആളിന് എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു, അവരുടെ മാനുഷിക പരിഗണന എന്തൊക്കെ നമുക്ക് കൊടുക്കാം, അതാരും ആലോചിക്കുന്നില്ല. കുറ്റം ചെയ്തവനെ എങ്ങനെ നമ്മൾ കാര്യമായ ദോഷമൊന്നുമില്ലാതെ കൊണ്ടു നടക്കാം, ഇതാണ് ആലോചന. ഈ പടത്തിൽ കാണുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊന്ന മനുഷ്യനാണ്. സോഷ്യൽ മീഡിയ കണ്ട ചിത്രമാണ്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അയാൾ അന്ന് ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം മനസ്സിലായില്ല. കാരണം മനസ്സിലാവാൻ വയ്യാത്ത വിധം അയാളങ്ങ് ശരീരപുഷ്ടി വന്നിരിക്കുന്നു. ആ ഉടുപ്പൊക്കെ തേച്ച് കണ്ടില്ലേ? ഇതിൻ്റെ ഈ വന്ദനാദാസിൻ്റെ അച്ഛനും അമ്മയൊക്കെ കോടതിയിൽ വന്ന പടം പത്രത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ത് ഷാബിയായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരുടെ ഒരു അപ്പിയറൻസും ഇയാളുമായിട്ട് യാതൊരു കമ്പാരിസണും ഇല്ല. ആ പാവം മാതാപിതാക്കൾ, ഏക മകൾ നീറ്റൊക്കെ പാസ്സായിട്ട് തന്നെയാണ് മെഡിക്കലിൽ വന്നതെങ്കിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നീറ്റൊക്കെ പാസ്സായി കഴിഞ്ഞാലും ഫീസ് കൊടുക്കണം. അപ്പോൾ ഫീസ് ഒരു 7-8 ലക്ഷം രൂപയും പിന്നെ ഹോസ്റ്റലും ഫുഡും അങ്ങനെ വർഷം ഏതാണ്ട് 10 ലക്ഷം രൂപയെങ്കിലും ചിലവാകും. അങ്ങനെ 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ കുട്ടിയാണ്. 1/2 കോടി രൂപ ചിലവാക്കി അത് വല്ലതൊക്കെ വിറ്റിട്ടായിരിക്കും അവർ ഇത് ചെയ്തത്. അതിനെ കുത്തിക്കൊന്നവനെ ഈ കൊണ്ട് നടക്കുന്നുണ്ട്. അവൻ്റെ ആഹാരം, അവൻ്റെ എന്നല്ല, ഈ ജയിലിൽ കിടക്കുന്നവരുടെ ആഹാരത്തിൻ്റെ കണക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കേൾപ്പിക്കാം. ഈ 250 ഗ്രാം ചോറിനുള്ള അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനൊന്നും തിന്നാൻ പറ്റില്ല. ഈ ചോറ്, അതായത് അരിയെ വേവിച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്ട് 3 ടൈംസ് 3 ഇരട്ടി വലിപ്പമാവും. അപ്പോൾ 250 ഗ്രാം എന്നുള്ളത് 3 ഇരട്ടിയാവും. അത് ഒരു സാധാരണ മനുഷ്യനും തിന്ന് തീർക്കാൻ ഒക്കില്ല. അത് സംശയം ഉണ്ടെങ്കിൽ 1 കിലോ അരി വാങ്ങിച്ച് വേവിച്ചിട്ട് 4 പേരായിട്ടൊന്ന് തിന്ന് നോക്കിയേ, പറ്റില്ല. അത്ര ഫുഡാണ് ഇവന് ഈ ജയിലിൽ കിടക്കുന്നവന് കൊടുക്കുന്നത്. അതുകൂടാതെ എന്താണ്, ആഴ്ചയിൽ ഒരു ദിവസം ആട്ടിറച്ചി തിന്നുന്നത് നമ്മളിൽ ആരുണ്ട്? ആർക്കെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഇതെന്തിനാണ് ഈ കുറ്റമെന്ന് വെച്ചാൽ എന്ത് കുറ്റമാണ്? കൊലപാതകി ആരെ കൊന്നു? ചികിത്സിക്കുന്ന ഡോക്ടറെ കൊന്നു, അല്ലാതെ വ്യക്തിവിരോധം കൊണ്ടൊന്നുമല്ല. ഇങ്ങനെ ഉള്ളവന്മാരെ ഇങ്ങനെ സംരക്ഷിക്കേണ്ടതുണ്ടോ? ഇവന് ആട്ടിറച്ചി വാങ്ങിച്ചു കൊടുക്കുന്ന ആരുടെ കാശാണ്? നമ്മുടെ കാശ്. നമ്മൾ സോപ്പ്, ചീപ്പ്, കണ്ണാടി വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സാണ് ഇവന് ആട്ടിറച്ചിയായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ആവശ്യം എന്തുവാ? പിന്നെ ഇർഫാൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ടല്ലോ, ഇപ്പോൾ നെടുമങ്ങാടുന്ന ആ 5 പേരെ അടിച്ചു കൊന്നവൻ. അവന് പോലീസുകാരനോട് ചോദിക്കുക, എനിക്ക് മീൻകറിയില്ലേ, കോഴി ഇറച്ചിയില്ലേന്ന്. അപ്പം അടിച്ച് കവാലക്കുട്ടിക്ക് അടിക്കേണ്ടതാണ് അവന്. പക്ഷെ പോലീസുകാരൻ പാവം, അവർക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യമില്ല. അടിച്ചു കഴിഞ്ഞാൽ പോലീസുകാരൻ്റെ ജോലി പോകും. എന്തുകൊണ്ട്? നമ്മുടെ ഭരണവർഗം കുറ്റവാളിയുടെ കൂടെയാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അല്ല. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇയാളെ ഇങ്ങനെ കുട്ടപ്പനായിട്ട് കൊണ്ടു നടക്കാതെ ഉടുപ്പ് ഒന്നും ഇടാൻ സമ്മതിക്കാരോ, ബർമൂടയും ഇട്ട് വേണമെങ്കിൽ 2 അടിയും കൊടുത്ത് വിലങ്ങ് വെച്ച് അങ്ങനെ ജീപ്പിലും കയറ്റരുത്, നടത്തിക്കൊണ്ട് പോകുന്നെന്ന് വെച്ചോ. ഇയാളൊരു ടീച്ചറായിരുന്നു. അപ്പോൾ കാണുന്ന ബാക്കി ടീച്ചർമാരെന്ത് വിചാരിക്കും? ഇനി ഒരു കാരണവശാലും ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്യാൻ പാടില്ല എന്നൊരു വിചാരം വരും. ഈ ചെയ്യുന്നത് നമ്മൾ ഈ മനുഷ്യനോടുള്ള ഒരു വിരോധമല്ല. ഈ മനുഷ്യനോട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ബാക്കിയുള്ളവർ ഈ കുറ്റം ചെയ്യരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലം വരെ സൗദി അറേബ്യയൊക്കെ ഉള്ള രാജ്യങ്ങളിലൊക്കെ പബ്ലിക്കായിട്ടാണ് ഈ വധശിക്ഷ നടപ്പാക്കുന്നത്. കാരണം ബാക്കിയുള്ളവർ അത് ചെയ്യൂല, അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു വലിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. ഇയാളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ, ശരിക്കും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഇയാളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ ഡോക്ടർ മരിക്കൂല, ഇയാൾ ആരെയും കുത്തൂല്ല. അപ്പോൾ അവിടെ എല്ലാം കുറ്റവാളിയെ വളരെ കംഫർട്ടബിളായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ നിയമം. അവിടെയാണ് പ്രശ്നം. ഇതിപ്പോൾ ഇയാളുടെ ഈ തുടുതുടുത്ത ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ശരാശരി മലയാളിക്ക് എന്ത് തോന്നും? ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ട് ജയിലിൽ സൂക്ഷിച്ച് കഴിയാം എന്ന് തോന്നിപ്പോവില്ലേ? ശിക്ഷയും കാര്യമായിട്ടൊന്നുമില്ല. വധശിക്ഷ വിധിച്ചാൽ വധിക്കൂല. കാരണം കഴിഞ്ഞ ഒരു 20-30 വർഷമായിട്ട് കേരളത്തിൽ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല.
പിന്നെ വധശിക്ഷ വിധിച്ചാൽ തന്നെ മുകളിലോട്ടുള്ള കോടതിയിൽ പോകുമ്പോൾ മിക്കവാറും അത് ജീവപര്യന്തമാക്കി കിട്ടും. ഈ ജീവപര്യന്തം എന്ന് വെച്ചാൽ എന്താ, 14 വർഷം കഴിയുമ്പോൾ സർക്കാരിന് തുറന്നുവിടാം. ഒരു കോടതി ജീവപര്യന്തം എന്ന് വിധിച്ച ആളിനെ എന്തിനാണ് സർക്കാർ തുറന്നുവിടുന്നത്? പിന്നെ ഈ 14 വർഷം ഒരുപാട് കാലം ജയിൽ വാസം അനുഭവിച്ചതല്ലേ, ഇനി തുറന്നു വിട്ടുകൂടെ? അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. ഇത് 14 വർഷം എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഇർഫാനൊക്കെ ആണെങ്കിൽ ഈ 22-23 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു 20 വയസ്സായ ഒരുത്തൻ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അവൻ 34ാമത്തെ വയസ്സിൽ ജയിലിൽ നിന്ന് വെളിയിലിറങ്ങി. 34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രായമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ നല്ല മിടുക്കന്മാരായ കുട്ടികൾ മെഡിസിന് വേണ്ടിയിട്ട് 1 വർഷം നീറ്റ്, അത് പാസ്സായി കഴിഞ്ഞാൽ 5 വർഷം MBBS, 1 വർഷം ഹൗസ് സർജൻസി, പിന്നെ PGക്ക് വേണ്ടി 1 വർഷം നീറ്റ്, പിന്നെ PGയിലെ ഒരു 3 വർഷം, പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരു 3 വർഷം. ഇതൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്കും 35 വയസ്സാവും. ഷഹബാസ് അവരുടെ ആ കുറ്റവാളികളുടെ വാട്സപ്പിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടം ആളുകൾ കൊലപാതകം അല്ലെങ്കിൽ അടിപിടി ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ പറ്റില്ല, ആരെന്നറിയാനൊക്കില്ലല്ലോ. ഇതൊക്കെ അറിഞ്ഞ് ആണ് അവൻ ആ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അവനെ ഒരു സെമിസ്റ്ററോ അല്ലെങ്കിൽ 1 വർഷമോ പോലും നഷ്ടപ്പെടാതെ പരീക്ഷ എഴുതാനായിട്ട് അനുവദിക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ കിട്ടുന്ന മെസ്സേജ് എന്താ? നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഈ ഒരു മെസ്സേജ് ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. അതുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത്. സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന് റേപ്പ് ചെയ്ത ഗോവിന്ദസ്വാമി ഉണ്ടല്ലോ, മുണ്ടിക്കാലൻ, അവനൊരു ഹാബിച്വൽ അഫൻഡറാണ്. 8 തവണ എങ്ങാണ്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച പാർട്ടിയാണ്. എന്നിട്ടും അവൻ കുറ്റം. അപ്പോൾ ഇവനെ എന്തിനാണ് ഈ ഇറക്കി വിടുന്നത്? ആ ഗോവിന്ദസ്വാമിയുടെ ഇൻസിഡൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ സൗമ്യയുടെ ആ ബോഗിയിൽ സൗമ്യ മാത്രമേ ഉള്ളൂ. പക്ഷേ അടുത്ത ബോഗിയിൽ ആളുണ്ടായിരുന്നു. സൗമ്യ കിടന്ന് വിളിക്കുന്നതും ബഹളം ഉണ്ടാകുന്നതും അടുത്ത ബോഗിയിൽ ആളുകൾ കേൾക്കുകയും അവർ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമുക്ക് ചെയിൻ വലിച്ച് ട്രെയിനിനെ നിർത്താമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ബാക്കിയുള്ളവർ പറഞ്ഞു വേണ്ട, നമുക്ക് പണിയാവും, പിന്നെ തെളിവ് കൊടുക്കാൻ കോടതിയിൽ കയറി ഇറങ്ങണം. ഇതാണ് നമ്മുടെ കുറ്റം കൂടുതൽ നടക്കാനുള്ള രണ്ടാമത്തെ കാരണം. അതായത് ഈ കുറ്റം തെളിയുന്നത് വരെ കുറ്റവാളിയല്ല, അതുകൊണ്ട് അവനെ കുറ്റവാളിയായിട്ട് ട്രീറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു. ഇപ്പോൾ ഈ വന്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതല്ലേ അയാൾ കുത്തിക്കൊല്ലുന്നത്. പിന്നെ ഇനി അയാൾ കുറ്റവാളിയാണോ എന്ന് തെളിയിക്കാൻ എന്താ ചെയ്യേണ്ടത്? ദ പോയിൻ്റ് ഈസ്, ഈ കോടതിയിൽ ചെന്ന് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പേ ഈ സാക്ഷി ഇയാളെ കുറ്റം ചെയ്തത് കണ്ടു എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത് എവിഡൻസ് ആവില്ല. പോലീസ് സ്റ്റേഷനിൽ പറയുന്നതോ ഡോക്ടറോട് പറയുന്നതോ ഒന്നും എവിഡൻസ് അല്ല. കാരണം അത് അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്ന് വക്കീൽ വാദിക്കും. അപ്പോൾ ഇതിനെന്താ ഒരു മാർഗം? നമ്മളിങ്ങനെ വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും സൊല്യൂഷൻ വേണ്ടേ? സൊല്യൂഷൻ ഈസ് വെരി സിമ്പിൾ. ലെറ്റ് മജിസ്ട്രേറ്റ് കം ടു ദി ക്രൈം സീൻ. അതായത് മജിസ്ട്രേറ്റ് തന്നെ ക്രൈം സീനിൽ വരട്ടെ, അവിടെ വെച്ച് എവിഡൻസ് അങ്ങ് റെക്കോർഡ് ചെയ്യട്ടെ, തീർന്നു, പ്രശ്നമേ തീർന്നു. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ പറഞ്ഞ മാതിരി ആൾക്കാർക്ക് കോടതിയിൽ കയറി ഇറങ്ങണം എന്നുള്ള ഒരു പ്രശ്നത്തിൽ അവർ തെളിവ് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ രക്ഷിക്കാൻ ശ്രമിക്കാതിരിക്കുക ഒന്നും ചെയ്യില്ല. മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഓതൻറ്റിക്കാണ്. പിന്നെ അതിൽ വക്കീലിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒക്കില്ല, വല്ല ക്ലാരിഫിക്കേഷനൊക്കെ ചോദിക്കാനേ ഒക്കത്തുള്ളൂ. കാരണം കോടതിയിൽ ചെന്ന് മജിസ്ട്രേറ്റിൻ്റെ മുമ്പേ പറയുന്നതിന് പകരം മജിസ്ട്രേറ്റ് വന്ന് സാക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് മൊഴിയെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു മജിസ്ട്രേറ്റ് ഓൺ ഡ്യൂട്ടി ഉണ്ടാവണം. അത് ഇത്രയും വലിയ ഓഫീസറല്ലേ, വലിയ ഓഫീസർ പോലീസിൻ്റെ ഓഫീസേഴ്സിനുണ്ട്, ഡോക്ടേഴ്സിനുണ്ട് ഡ്യൂട്ടി. അതേമാതിരി ഒരു എസെൻഷ്യൽ സർവീസ് ആക്കണം നമുക്ക് ജുഡീഷ്യറിയെ. ജുഡീഷ്യറി ആക്ച്വലി എസെൻഷ്യൽ സർവീസ് ആണ്. കാരണം ജുഡീഷ്യറിയുടെ ഇപ്പോഴത്തെ റോള് തെറ്റാണ്. കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുക എന്നുള്ള അല്ല അവരുടെ റോള്. ഹൗ ടു പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ശിക്ഷ കൊടുക്കണം, അതാണ് അതിൻ്റെ റോൾ. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ആ കുറ്റം ചെയ്ത സ്ഥലത്ത് വന്ന് എവിഡൻസ് കളക്ട് ചെയ്താലേ പറ്റുള്ളൂ. അതുമല്ല ഈ കുറ്റം ചെയ്ത സ്ഥലത്ത് വരുമ്പോൾ ഈ കുറ്റം ചെയ്ത് 1-2 മണിക്കൂറിനകമാണ് നമ്മൾ ഈ എവിഡൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പം ആരും തന്നെ കള്ളം പറയാൻ സാധ്യതയില്ല. ഈ കള്ളം പറയുന്നത് എപ്പോഴാണ്? ഒരു 5 വർഷം കഴിഞ്ഞ് കോടതിയിൽ വിളിക്കും. 5 വർഷം കഴിഞ്ഞ് കോടതിയിൽ വിളിക്കുമ്പോഴേക്കും ആരെങ്കിലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനാന്ന് വെച്ചോ, ആരെങ്കിലും എനിക്കൊരു 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു മാറ്റി പറയാൻ. അപ്പം ഞാൻ വിചാരിക്കും ചത്തവൻ ചത്ത്, ഇനിയിപ്പോൾ എനിക്ക് ഈ 5 ലക്ഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കില്ലേ? ആ ഒരു ഇത് മാറ്റണം നമ്മൾ. വളരെ ഡിലേയ്ഡ് ആയിട്ടുള്ള, അടുത്ത കാലത്ത് ഒരു റേപ്പ് കേസിന് എവിഡൻസ് കൊടുക്കാൻ പോയി, 10 വർഷം കഴിഞ്ഞിരിക്കുന്നു റേപ്പ് കഴിഞ്ഞിട്ട്. ആ കുട്ടി ആൾറെഡി കല്യാണവും കഴിച്ചിരിക്കുന്നു.
അപ്പോൾ പിന്നെ ഇനി ഈ കേസിൽ എന്താ ഒരു സാങ്കത്യമുള്ളത്? അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ എല്ലാം കേസൊക്കെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ്. കേസ് കെട്ടിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിഡൻസ് ഓൺ സൈറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി വക്കീലിന് വലിയ വേലയൊന്നും കാണിക്കാനോ അങ്ങനെ ദിവസങ്ങളോളം വാദിക്കാനോ ഒക്കില്ല. ആ എവിഡൻസ് എന്ന് പറയുന്നത് ജഡ്ജിയുടെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൂടാതെ ചില രാജ്യങ്ങളിൽ, ഏതോ രാജ്യത്തിൽ ഉണ്ട്, എനിക്ക് ഓർമ്മ വരുന്നില്ല, അതായത് ഈ വക്കീലിന് സമയം കൊടുക്കും, അതിനകം ഒരു വാദം തീർക്കും. ഒരെണ്ണം ഈ നമുക്കൊരു സ്ട്രീം ലൈനിങ് വേണം. അങ്ങനെയാണെങ്കിൽ ഈ കേസുകൾ സമയബന്ധിതമായിട്ട് തീർക്കാനും നോക്കൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ശിക്ഷയ്ക്ക് നമ്മൾ പറയുന്ന ഈ പ്രിവെൻറ്റീവ് ഇഫക്റ്റ് വരുള്ളൂ. അതായത് പണിഷ്മെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഈ കുറ്റകൃത്യം വീണ്ടും ചെയ്യപ്പെടാതിരിക്കാനാണ്. അപ്പോൾ ലേറ്റായിട്ട് പണിഷ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പല പണിഷ്മെൻറ്റും വരുമ്പോൾ നമുക്ക് ഈ എന്തിനാണ് പണിഷ് ചെയ്തതെന്ന് നമുക്കൊരു ഓർമ്മയും കാണില്ല, അത്രയ്ക്കും പഴയതാണ്. അപ്പോൾ ഈ പ്രിവെൻറ്റീവ്, അതായത് ഈ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ആ ഒരു പുഷ് ഈ പണിഷ്മെൻറ്റ് കൊണ്ട് സാധിക്കില്ല. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ചൈന ഒരുത്തൻ കാർ ഓടിച്ച് കയറ്റി ഒരു 10-30 പേര് മരിച്ചു എന്ന വാർത്ത കണ്ടത്. അത് കഴിഞ്ഞ ഈ നവംബറിലായിരുന്നു. ഇതായിപ്പോൾ ജനുവരി, ഫെബ്രുവരി, ആകെ 3 മാസം. ജനുവരി ആയപ്പോഴോ വാദവും എല്ലാം പൂർത്തിയായി, അയാളെ കുറ്റവാളിയെ കൊന്നു കഴിഞ്ഞു. കാരണം കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്തുവാ? അയാൾ കാർ ഓടിച്ചുകൊണ്ട് കയറ്റുന്ന എല്ലാവരും കണ്ടതല്ലേ, അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയതല്ലേ. പിന്നെ അതിൽ ഇവൻ കാർ ഓടിച്ചോ, എന്തുകൊണ്ട് ഓടിച്ചു, അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ചൈനയാണെങ്കിൽ സാധാരണ എല്ലാ ശിക്ഷാവിധികളും രഹസ്യമായിട്ട് വയ്ക്കുന്ന ഒരു രാജ്യമാണ്, ഒന്നും വെളിയിൽ പറയില്ല. പക്ഷേ ഈ ഒരു സാധനം അവർ പബ്ലിക് ഡൊമൈനിൽ കൊടുത്തു. എന്തുകൊണ്ടാണ്? അവർക്ക് കുറ്റം തടയണമെങ്കിൽ ഈ ശിക്ഷ ജനം അറിയണം. അപ്പോൾ ഇതേ കുറ്റം അല്ലേ ജർമ്മനിയിലും ഇതേമാതിരി വണ്ടി ഓടിച്ച് കയറ്റി കുറേ പേരെ കൊന്നു. ഒരു അഫ്ഗാനിലെ ഒരു അഭയാർത്ഥി എങ്ങാണ്ട്, എവിടെന്നോ വന്ന ഒരു അഭയാർത്ഥിയാണ് അവൻ. എന്തിനാണോ ഈ അഭയാർത്ഥികളൊക്കെ ഇടിച്ച് കയറ്റുന്നത്? അപ്പോൾ ഇവൻ കൊന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുക, ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ കണ്ടഹാറിൽ വിമാനം തട്ടിക്കൊണ്ടുപോയിട്ട് ജയിലിൽ നിന്ന് ആളുകളെ ഇറക്കിക്കൊണ്ടുപോയില്ലേ ഇന്ത്യയിൽ, അതേമാതിരി ഏവനെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഇവനെ ഇറക്കിക്കൊണ്ടുപോകും. ചൈനയിൽ ചെയ്ത പോലെ ചെയ്യണം. കാരണം അവനെ ഇറക്കിക്കൊണ്ടുപോകാൻ യാതൊരു ഓപ്ഷനും ഇല്ല, അവന് ശിക്ഷ കിട്ടാതിരിക്കാനും ഓപ്ഷനില്ല. അപ്പോൾ ഈ കുറ്റം വീണ്ടും ചെയ്യാൻ അവർ പലവട്ടം ആലോചിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇവനെ കൊന്നു കളയാൻ പാടുണ്ടോ. ഇപ്പോൾ ചിലരൊക്കെ പറയും ഒരു പരിഷ്കൃത സമൂഹത്തിൽ വധശിക്ഷ പാടില്ല. ഈ മണ്ടൂസുകൾക്ക് ഇതിൻ്റെ കാര്യം അറിഞ്ഞൂടാ. ഈ പരിഷ്കൃത സമൂഹത്തിൽ വധശിക്ഷ കൊടുക്കത്തക്ക കുറ്റകൃത്യം വരില്ല. അപ്പോഴാണ് അവർ സമൂഹം പരിഷ്കൃതമാകുന്നത്. പിന്നെ ആ കൂടെ അബദ്ധത്തിൽ വരുന്ന ഇപ്പോൾ ഉദാഹരണമായിട്ട് അബദ്ധത്തിൽ വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചു, അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ ഇതേമാതിരിയുള്ള കുറ്റകൃത്യങ്ങൾ വരില്ല. അതാണ് പരിഷ്കൃത സമൂഹം. ആ പരിഷ്കൃത സമൂഹത്തിൽ വധശിക്ഷ വേണ്ട, അത് സമ്മതിച്ചു. അല്ലാതെ ഇമാതിരിയുള്ള കാട്ടാളന്മാരുടെ ഉള്ള സമൂഹത്തിൽ വധശിക്ഷ തീർച്ചയായിട്ടും വേണം, ഒരു സംശയവും വേണ്ട. ഈ സൗദി അറേബ്യയിൽ കഴിഞ്ഞ വർഷം 2024 330 പേരെയാണ് കൊന്നത്. അതിൽ 100 പേര് വിദേശ രാജ്യങ്ങളിലുള്ളവരാണ്. അതിൽ തന്നെ 60 പേര് ഡ്രഗ് റിലേറ്റഡാണ്. ഈ സൗദി അറേബ്യ വധിച്ചതിൽ ഇന്ത്യക്കാരും ഉണ്ട് കേട്ടോ. ഈ ഡ്രഗിൻ്റെ കച്ചവടത്തിൽ ഒരു 50-60 പേരെ സൗദി അറേബ്യ വധിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ ഡ്രഗ് പേടിയ ആൾക്കാർക്ക് ഒരു കാരണവശാലും അവർ ചെയ്യൂല. ഈ 50-60 വേണ്ട. ഈ കേരളത്തിൽ ഇഷ്ടംപോലെ ഡ്രഗ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു 5-6 പേരെ അങ്ങ് കൊന്നു കളഞ്ഞതായിട്ട് സങ്കല്പിക്കുക. വധശിക്ഷ വിധിച്ചു, നടപ്പാക്കി. പിന്നെ ഒരുത്തനും കേരളത്തിൽ ഇത് ചെയ്യൂല. കാരണം ഈ കേരളത്തിലുള്ളവരെല്ലാം പേടിത്തൊണ്ടന്മാരാണ്. അന്ന് അടിയന്തരാവസ്ഥയുടെ കാലം ആലോചിച്ച് നോക്ക്. നിയമപ്രകാരം അണുവിട വ്യതിചലിക്കാതെ വർക്ക് ചെയ്ത ഏക സ്റ്റേറ്റ് കേരളം. അതേമാതിരി ശിക്ഷയുണ്ടെങ്കിൽ കേരളം വളരെ നന്നാവും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വധശിക്ഷയൊന്നും വേണമെന്നൊന്നുമില്ല. ഈവൻ സാധാരണ ശിക്ഷ മതി. നമ്മളെ കേരളത്തിൻ്റെ തനതായ ശിക്ഷയുണ്ടല്ലോ, മുക്കാലി കെട്ടി അടി മതി. പബ്ലിക്കായിട്ട് മുക്കാലി കെട്ടി അടിച്ചു കഴിഞ്ഞാൽ ഈ അടി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വിചാരിക്കണ മാതിരി അത്ര സിമ്പിളൊന്നുമല്ല. അത് അടി കൊണ്ടവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 15 അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 അടി കഴിഞ്ഞാൽ പിന്നെയുള്ള ഓരോ അടിയും വേദന കൊണ്ട് നമ്മൾ പൊളയും. ഈ ശിക്ഷ ഏതോ ഇതൊക്കെ ഞാനൊരു സാങ്കല്പികം പറഞ്ഞതേ ഉള്ളൂ. ഏതെങ്കിലും ആയിക്കോട്ടെ ശിക്ഷ, പക്ഷേ ആ ശിക്ഷ ബാക്കിയുള്ളവർക്ക് പാഠമാവണം. അത് വളരെ 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 നിർബന്ധമാണ്. അതാണ് ശിക്ഷ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രംപ് കുറേ പേരെ ഇങ്ങനെ നുഴഞ്ഞു കയറിയവരെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നല്ലോ. ഒരു രാജ്യത്ത് നിയമം അനുസരിക്കാതെ നുഴഞ്ഞു കയറിയാൽ അയാൾ ജയിലിലിടുകയോ ശിക്ഷിക്കുകയോ
വധിക്കുകയൊക്കെ അല്ലേ ചെയ്യേണ്ടത്, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോവുക വല്ലതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ അയാൾ ഇങ്ങോട്ട് വിട്ടില്ലേ ട്രംപ്. പിന്നെ എന്തിന് വിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുവരണം. കാരണം ഇവന്മാർ 40-45 ലക്ഷം രൂപ ഏജൻറ്റിന് കൊടുത്ത് അങ്ങ് പോയിരിക്കുകയാണ്. ഈ 45 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യയിൽ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചൂടെ? ഇപ്പോൾ കേരളത്തിൽ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോക്കാണ് ഞാൻ പറയുന്ന ബാക്കി. കാരണം ഇവരൊന്നും കേരളത്തുകാരല്ല, ഇവരെല്ലാം പഞ്ചാബികൾ, ഡൽഹിയിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നൊക്കെ പോയവരാണ്. ശരിക്കും ഫാമിലിയിൽ പൈസ ഉള്ളവരാണ്. എന്നിട്ട് ഇവിടുത്തെ സുഖങ്ങൾ പോരാതെ വേറൊരു സുഖത്തിന് വേണ്ടി അങ്ങ് അമേരിക്കയിൽ പോയിരിക്കുന്നു. 40-45 ലക്ഷം രൂപ മുടക്കിയിട്ട്. അപ്പോൾ അവനെ വിലങ്ങ് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വിലങ്ങ് വെച്ച് എന്നെ നടത്തിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു. എങ്കിലേ ബാക്കിയുള്ളവർ പോകാതിരിക്കും. അല്ലെങ്കിൽ ബാക്കിയുള്ളവനും അടുത്ത 45 ലക്ഷവും കൊടുത്ത് അങ്ങ് പോകും. വിലങ്ങ് വയ്ക്കുന്ന അത്ര വലിയൊരു കുറ്റമൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പത്രത്തിൽ കണ്ടില്ലേ, ജോർഡാനിൽ, നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പോയ 2 എണ്ണം ജോർഡാനിൽ കൂടെ ഇസ്രായേലിലോട്ട് നുഴഞ്ഞു കയറി. ഇസ്രായേലിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാശാണ്. അപ്പോൾ ഇസ്രായേലിലോട്ട് നുഴഞ്ഞു കയറുന്നു. അത് ജോർഡാൻ പട്ടാളം കണ്ടുപിടിച്ച് വെടിവെച്ചു. ഒരാൾ ചത്തു, ഒരാളിന് പരിക്ക് പറ്റി. ഞാൻ നോക്കുമ്പോൾ ഈ വിലങ്ങ് വെച്ചതിനെതിരെ പാർലമെൻറ്റിൽ ബഹളം, ജോർഡാനിൽ ഒരാളിനെ പട്ടാളം വെടിവെച്ച് കൊന്നിട്ട് ഒരു ബഹളവും ഇല്ല, യാതൊരു പ്രകടനവും ഇല്ല, പാർലമെൻറ്റിൽ നിശബ്ദം. എന്തേ? ഇതിന് പകരം ജോർഡാനിൽ നിന്ന് ഈ 2 എണ്ണം വാങ്ങി ഇസ്രായേലിലോട്ട് കടക്കുകയും ഇസ്രായേലി പട്ടാളമാണ് വെടിവെച്ചതെന്ന് നോക്കിയേ, ഉടനെ ഇവിടെ ജാഥ വരും, ഉടനെ പാർലമെൻറ്റിൽ വരും. പാർലമെൻറ്റിൽ ഇരിക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അവരുടെ നിലനിൽപ്പും അവരുടെ, നമ്മൾ വയറ്റിപ്പഴപ്പെന്ന് പറയില്ലേ, ഉപജീവനം, അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് എന്തുകൊണ്ട് നമ്മളെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്, ഈ പണിഷ്മെൻ്റ് എന്നുള്ളത്, അതായത് ശിക്ഷാവിധി എന്നുള്ളത് ബാക്കിയുള്ളവർ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. 2, ജുഡീഷ്യൽ സർവീസ്, അതൊരു എസെൻഷ്യൽ സർവീസാക്കുകയും 24 മണിക്കൂറും ആവശ്യമുണ്ടെങ്കിൽ അവൈലബിൾ ആക്കുക. ഇപ്പോൾ എല്ലാ പിടിച്ചുപറി കേസിന് അതിനൊന്നും വരണമെന്നല്ല ഈ പറയുന്നത്. ഒരു കൊലപാതകം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ നമ്മുടെ ക്രൈം സൈറ്റിൽ വെച്ച് തന്നെ എവിഡൻസ് അങ്ങ് റെക്കോർഡഡ് ആക്കണം. ജയിൽവാസം അല്ലെങ്കിൽ ജയിൽ ശിക്ഷ വളരെ പ്രയാസമേറിയതാണെന്നും പൊതുജനത്തിന് മനസ്സിലാക്കത്തക്ക വിധമായിരിക്കണം പണിഷ്മെൻറ്റ് കൊടുക്കുക. അല്ലാതെ ജയിലിലുള്ള സുഖവാസം കംപ്ലീറ്റ് ഒഴിവാക്കണം. ഇതുകൂടാതെ ഈ പണിഷ്മെൻറ്റ് കൂടെ ഈ ഫൈൻ, കോടതി പറയുമല്ലോ ഇത്രയും ഫൈൻ കൂടെ കൊടുക്കണമെന്ന്, 5 ലക്ഷം രൂപ ഫൈൻ കൊടുക്കും. ഈ ഫൈൻ എന്ന് പറയുന്നത് ഇവൻ ജയിലിൽ കിടക്കുന്ന കാലത്ത് അധ്വാനിക്കുന്ന പൈസയിൽ നിന്ന് വേണം കൊടുക്കാൻ. കാരണം അവൻ കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ആ കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ. അപ്പോൾ ഇത് ഫൈൻ ശിക്ഷ ആയതുകൊണ്ട് ഇവൻ ജയിലിൽ ആയി കഴിഞ്ഞിട്ട് അവിടുത്തെ ജോലി ചെയ്യുന്നതിനുള്ള റെമ്യൂണറേഷൻ അത് കൂട്ടി വെച്ച് വേണം ഈ ഫൈനായിട്ട് ഈ കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബത്തിന് കൊടുക്കാൻ. അല്ലാതെ ഇയാളുടെ ഈ കുറ്റവാളിയുടെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ സമ്പാദിച്ച വസ്തു വിറ്റിട്ട് കൊടുക്കാൻ പറ്റൂല. അത് അപ്പോൾ ചോദിക്കും, ഇയാളുടെ ശിക്ഷാ കാലാവധി തീരുമ്പോൾ പൈസ ആയില്ലെങ്കിൽ കിടക്കണം അവിടെ. പൈസ കംപ്ലീറ്റ് ഫൈൻ അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്നവരെ അവിടെ കിടക്കണം, സിമ്പിൾ. പിന്നെ ഈ കുറ്റവാളികൾ VIP-കളൊന്നും അല്ല, അത് വളരെ പ്രധാനമായ ഒരു കോൺസെപ്റ്റാണ്. കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് കുറ്റം വീണ്ടും ചെയ്യപ്പെടാതിരിക്കാനാണ്. സാധാരണ ജനങ്ങൾ ഈ കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. സാധാരണ ജനങ്ങളുടെ സൈഡിൽ നിന്ന് വേണം ഇത് നമ്മൾ ആലോചിക്കാൻ, എങ്കിലേ നമുക്കത് മനസ്സിലാവും. ഈ കുറ്റവാളികൾ ന്യായീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് കംപ്ലീറ്റ് ഒഴിവാക്കണം. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് എല്ലാ കുറ്റവും ശിക്ഷിക്കപ്പെടും എന്നും നമ്മൾ തീർച്ചയാക്കണം. പിന്നെ ഈ കുറ്റം ചെയ്തത് എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംരക്ഷണവും നമ്മൾ ഒഴിവാക്കണം. അത് അത്ര എളുപ്പമാണ് അല്ലാന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ അർഫാൻ എന്നും പറഞ്ഞ ഒരുത്തൻ 5 പേരെ കൊന്നല്ല, 5ഉം അയാളുടെ അമ്മ ഉൾപ്പെടെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അവനെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഈ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റവാസനയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയും 2 തവണ ചിന്തിക്കണം, പലതവണ ചിന്തിക്കണം. കാരണം ഇവൻ കൊല്ലാൻ പോകുന്നത് ബാക്കിയുള്ളവരാവണമെന്നില്ല, നിങ്ങളെ തന്നെ ആവാം. പിന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പൊതുപ്രവർത്തകർ, ഈ ബുദ്ധിയില്ലാത്ത ബുദ്ധിജീവികളെന്നും പറഞ്ഞ് നടക്കുന്ന പാർട്ടികൾ, ഇവരൊക്കെ ശരിക്കും ആലോചിക്കേണ്ട ഈ സമ്മേളനങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പാർട്ടി സമ്മേളനം നടക്കുന്നു, അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഹിറ്റ്ലറിൻ്റെത് ഫാസിസമാണോ, മോഡി ഫാസിസ്റ്റാണോ, ഇതല്ല. നമ്മുടെ സംസ്ഥാനത്തിൽ എന്ത് നടക്കുന്നു അത് വേണം ആലോചിക്കാൻ.
നമ്മുടെ സംസ്ഥാനത്ത് ഈ ഇഷ്ടം പോലെ ഞാൻ ഈ പറഞ്ഞത് തന്നെ എത്രയോ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവണം. അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഒരു 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 ചർച്ച ഉണ്ടാവണം. ഇതൊന്നും അല്ല നടക്കുന്നത്. കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയാനാണ് ശ്രമിച്ചത്. താങ്ക് യു ഫോർ ലിസണിങ്.